നമസ്കാരം. ഷാജി മാരൂർ. ശുഭചിന്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം വിജയിച്ചാൽ അതിന് ചുവട് പിടിച്ച് സമാന സംരംഭങ്ങൾ കൂണുപോലെ മുളയ്ക്കുന്നതും അതുപോലെ അപ്രത്യക്ഷമാകുന്നതും കാണാറുണ്ട്. ബേക്കറികളും ഹോട്ടലുകളുമൊക്കെ ഇതിന് ഉദാഹരണമാണ്. നമുക്ക് ഇത് പറ്റുമോ എന്നാലോചിക്കാതെ മറ്റുള്ളവരെ അനുകരിച്ച് എടുത്തു ചാടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ഭവിഷ്യത്താണിത്. സോക്രട്ടീസിൻ്റെ അവനവനെ അറിയുക എന്ന വാചകം ഇവിടെ അനർത്ഥമാകുന്നു. ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവുകളെയും ബലഹീനതകളെയും ചിന്തകളെയും വികാരങ്ങളെയും പറ്റിയുള്ള ധാരണയാണ് സ്വയാവബോധം എന്ന് വിശേഷിപ്പിക്കുന്നത്. മനഃശാസ്ത്രജ്ഞനായ ടാഷ യൂറിച്ചിൻ്റെ കണ്ടുപിടുത്തത്തിൽ 90% ആളുകൾ സ്വയാവബോധം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും വെറും 15% ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈ കഴിവുള്ളൂ എന്നാണ് തെളിയിക്കുന്നത്. സ്വയാവബോധത്തിനെ ആന്തരികമെന്നും ഇൻറ്റേണൽ, ബാഹ്യമെന്നും എക്സ്റ്റേണൽ തരംതിരിക്കാം. ഒരാൾക്ക് തൻ്റെ മൂല്യങ്ങളെയും വാല്യൂസ്, വിശ്വാസങ്ങളെയും ബിലീഫ്സ്, ആഗ്രഹങ്ങളെയും ഡിസേഴ്സ് പറ്റിയുള്ള തിരിച്ചറിവിനെ ആന്തരിക സ്വയാവബോധമെന്നും മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണുന്നുവെന്ന തിരിച്ചറിവിനെ ബാഹ്യ സ്വയാവബോധമെന്നും വിളിക്കാം. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കുറവ് കാരണമാണ് എനിക്ക് എന്നെ നന്നായി അറിയാം എന്ന മിഥ്യാധാരണ പലരിലും സൃഷ്ടിക്കപ്പെടുന്നത്. തൊഴിൽ തെരഞ്ഞെടുപ്പ് റൗണ്ടുകളിൽ ബുദ്ധിയേക്കാളും ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധിക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ഉദ്യോഗാർത്ഥിയും സ്വയം തിരിച്ചറിവിലൂടെ അവനവനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടതാണ്. അഭിമുഖങ്ങളിൽ സ്വന്തം കഴിവുകളും സ്ട്രെങ്ത്, ബലഹീനതകളും വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറയുവാൻ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടാറുണ്ട്. ഉത്തരം ആത്മാർത്ഥമായി പറയണമെങ്കിൽ സ്വന്തം കഴിവുകളും ബലഹീനതകളും എന്തൊക്കെയാണെന്ന അവബോധമുണ്ടാകണം. കഴിവുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിരിക്കണം. ഒരു ഉദ്യോഗാർത്ഥിയോട് തൻ്റെ കഴിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നേതൃത്വ ഗുണം എന്ന് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാനാകാതെ അവസാനം തനിക്ക് ഇതുവരെ ഒരിടത്തും നേതൃത്വം നൽകി പരിചയമില്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു. അവൻ സ്വന്തം കഴിവുകളും ഗുണങ്ങളും തിരിച്ചറിയാനാകാതെ കോച്ചിങ് ക്ലാസ്സുകളിൽ നൽകുന്ന ചോദ്യോത്തരങ്ങൾ മനഃപ്പാഠമാക്കി പറയുന്നവരുടെ പ്രതിനിധിയാണ്. എന്തു പഠിക്കണം, ഏത് ജോലി നേടണം, ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച കൈവരിക്കണം എന്നതിനൊക്കെ വ്യക്തതയുണ്ടാകണമെങ്കിൽ സ്വയം തിരിച്ചറിയണം. വൈകാരിക ബുദ്ധിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപജ്ഞാതാവ് ഡാനിയൽ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ആദ്യം സ്വയം മനസ്സിലാക്കണം, സെൽഫ് അവെയർ. അത് ആത്മനിയന്ത്രണത്തിലേക്കും സെൽഫ് കൺട്രോൾ, ക്ഷമാശീലത്തിലേക്കും പേഷ്യൻസ്, സഹാനുഭൂതിയിലേക്കും എമ്പതി, സാമൂഹിക ബന്ധങ്ങളിലേക്കും സോഷ്യൽ റിലേഷൻഷിപ്പ് നയിക്കുന്നു. ചുരുക്കത്തിൽ സമൂഹത്തിൽ നന്നായി പെരുമാറുവാനും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനും ആദ്യം വേണ്ടത് സ്വയം തിരിച്ചറിവാണെന്ന് ഗോൾമാൻ വ്യക്തമാക്കുന്നു. നല്ല സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും തൊഴിലവസരങ്ങൾ അറിയുവാനും തൊഴിൽ നേടാനും കരിയറിൽ വളർച്ച കൈവരുത്താനും സഹായിക്കുന്നു. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നത് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ സഹായിക്കും. 1. ഞാൻ ആരാണ്? ഹു ആം ഐ. 2. എൻ്റെ കഴിവുകൾ, ബലഹീനതകൾ, മൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. 3. എന്ത് നേടണം? വാട്ട് ടു അച്ചീവ്. 4. എങ്ങനെ നേടാം? ഹൗ ക്യാൻ ഐ അച്ചീവ്. വിശ്വവിഖ്യാത ചൈനീസ് പണ്ഡിതനായ ലാവേഴ്സി ചൂണ്ടിക്കാട്ടിയ പോലെ താഴെ പറയുന്ന ഘടകങ്ങളിലൂടെയാണ് ഒരാൾ സ്വയം നിർണയം നടത്തുന്നത്. 1. മറ്റുള്ളവരെ അറിയുന്നത് വിവേകം, ഇൻ്റലിജൻസ്. 2. അവനവനെ അറിയുന്നത് ജ്ഞാനം, വിസ്ഡം. 3. മറ്റുള്ളവരിൽ മേൽക്കോയ്മ നേടുന്നത് കഴിവ്, എബിലിറ്റി. 4. അവനവനിൽ മേൽക്കോയ്മ നേടുന്നത് ശക്തി, പവർ. താങ്ക് യു. ഷാജി മാരൂർ.